ഗുഡ് മോർണിംഗ്. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ BRS സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് BRS അല്ലെങ്കിൽ എപ്പോഴാണ് BRS പ്രിപ്പയർ ചെയ്യുന്നത്. BRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, അവർ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അന്നേരം അവരുടെ ബുക്സിൽ ഒരു ബാങ്കിനൊരു ബാലൻസ് കാണും. അതേപോലെ തന്നെ ബാങ്കിലും ഒരു ബാലൻസ് കാണും. ചില സിറ്റുവേഷനിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന ബുക്സും ബാങ്കിൽ ഇരിക്കുന്ന ബുക്സിൻ്റെ 31 മാർച്ച് ആകുമ്പം ക്ലോസിംഗ് ബാലൻസ് ഡിഫറൻ്റ് ആയിരിക്കും. സോ ഈ ഡിഫറൻറ്റ് എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് രണ്ടും തമ്മിൽ മാച്ച് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാഷ് ബുക്കിൻ്റെയും ഒരു പാസ്ബുക്കിൻ്റെയും ബാലൻസ് തമ്മിൽ എന്തുകൊണ്ട് ഡിഫറൻസ് വന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സെക്കൻഡ്, എപ്പോഴാണ് ഈ ഡിഫറൻസ് ഒക്കറാവുന്നത്, അതായത് നമ്മുടെ ബുക്കും ബാങ്കിൻ്റെ ബുക്കും തമ്മിൽ എപ്പോഴാണ് മിസ്മാച്ച് ആവുന്നത്. അത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ട്രാൻസാക്ഷൻസ് ഈ നമ്മുടെ ബിസിനസ്സും ബാങ്കും എൻട്രി ചെയ്യുന്നത് രണ്ട് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് ടൈമിലായിരിക്കും, അതായത് രണ്ട് സമയങ്ങളിലായിരിക്കും. ആ സിറ്റുവേഷനിൽ ഈ ട്രാൻസാക്ഷൻസ് രണ്ട് ഡിഫറെൻറ്റ് ടൈമിൽ രണ്ടുപേര് റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഈ ട്രാൻസാക്ഷൻസ് തമ്മിൽ മിസ്മാച്ച് വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഒരു BRS പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺസ്. ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ടു ബി പ്രസൻറ്റഡ്. അതായത് നമ്മൾ ബാങ്കിലേക്ക് അതിന് മുന്നേ ഇവിടെ രണ്ട് ബാലൻസ് ഉണ്ട്, ക്യാഷ് ബുക്കും ഉണ്ട് പാസ്ബുക്കും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്, അതായത് ബിസിനസ് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് പാസ്ബുക്ക്. പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഡൗട്ട് വരാനുള്ള ഒരു കേസ്, നമ്മളിപ്പോൾ വീട്ടിൽ ചെന്ന് നമ്മൾ അമ്മയോട് പറയുക, അമ്മേ എനിക്ക് ബാങ്കിൽ പോകണം. അന്നേരം അമ്മ എന്തായിരിക്കും നമ്മുടെ കയ്യിൽ എടുത്ത് തരുന്നത്? പാസ്ബുക്ക് അല്ലേ? പാസ്ബുക്കാണ് എടുത്ത് തരുന്നത്. അപ്പോൾ പാസ്ബുക്ക് നമ്മുടെ കയ്യിലാണ്. പിന്നെ എങ്ങനെ ക്യാഷ് ബുക്ക് നമ്മുടെ കയ്യിലാണെന്ന് പറയുന്നതും പാസ്ബുക്ക് ബാങ്കിലാണെന്നും പറയുന്നതും, ഇതാണ് സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് ഡൗട്ട് വരുന്ന ഫസ്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീട്ടിൽ ചെന്നു നമ്മൾ ബാങ്കിൽ പോകാമെന്ന് പറയുമ്പം നമ്മുടെ വീട്ടിലുള്ളവർ നമുക്ക് പാസ്ബുക്കാണ് നമ്മളെ തന്നു വിടുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാസ്ബുക്ക് എന്ന് പറയുന്നത് ബാങ്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്നിട്ട് ബാങ്കിൽ നിന്നാണ് പാസ്ബുക്ക് നമുക്ക് തരുന്നത്, നമ്മളല്ല അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ബാങ്ക് നമുക്കൊരു പാസ്ബുക്ക് തരുന്നു, ഉണ്ടാക്കി ബാങ്ക് തരുന്നു, നമ്മളത് കൈവശം വെക്കുന്നു. ശരിക്കും ഇത് ഉണ്ടാക്കുന്ന ആരാ? ബാങ്കാണ്. അതുകൊണ്ടാണ് എപ്പോഴും പിള്ളേർക്ക് ഡൗട്ട് വരുന്നത്, പാസ്ബുക്ക് നമ്മുടെ കയ്യിലാണല്ലോ, പിന്നെ എങ്ങനെ അത് ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കും. അതിനുള്ള ഒറ്റ റീസൺ ഇതേ ഉള്ളൂ, പാസ്ബുക്ക് ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടി തരുന്നതാണ്, നമ്മളാണത് കൈ വെക്കുന്നത്, പക്ഷെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളല്ല. ഇത് നമുക്ക് പഴയതിലോട്ട് തന്നെ വരാം. ഈ റീസൺ കൊണ്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. അതായത് ബാങ്കിൽ കൊണ്ടുപോയി നമ്മളൊരു ചെക്ക്, ഒരാൾക്കൊരു പേയ്മെൻറ്റ് കൊടുക്കണം, നമ്മൾ അയാൾക്ക് ചെക്ക് കൊടുക്കുക. പക്ഷെ അയാൾ കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ബുക്കിൽ അത്ര എമൗണ്ട് പോയെന്നും പറഞ്ഞ് നമ്മൾ കാണിക്കും. പക്ഷേ ബാങ്കിൽ ഇയാൾ ഇത് കറക്റ്റ് സമയത്ത് പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ബാങ്കിൽ ഇപ്പോഴും ആ ബാലൻസ് കൂടി കിടക്കുമല്ലേ. നമ്മൾ കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും പോയെന്നും പറഞ്ഞ് കാണിച്ചു. ഇതൊരു റീസൺ. രണ്ട്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ്. അതായത് നമുക്കൊരു ചെക്ക് കിട്ടി, നമ്മുടെ ബാങ്കിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ഇടാൻ വേണ്ടി ഒരു ചെക്ക് നമ്മൾ കൊടുത്തു വിട്ട ഉടനെ തന്നെ നമ്മുടെ ബുക്കിൽ അത്ര എമൗണ്ട് കിട്ടിയെന്നും പറഞ്ഞ് നമ്മൾ കാണിച്ചു. പക്ഷേ ഈ ചെക്ക് ക്ലിയർ ആയില്ല, എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിൽ നിന്ന് കയറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ബുക്കിൽ ആവശ്യമില്ലാതെ കൂട്ടി വെച്ചേക്കുമല്ലേ. ഇതാണ് വേറൊരു റീസൺ. അടുത്തത് ബാങ്ക് ചാർജ്. ബാങ്ക് ചില ചാർജസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ്ലി അങ്ങ് പിടിക്കും.
ഇപ്പം ബാങ്കിൽ നിന്ന് അത്രയും കുറയുക, പക്ഷെ നമ്മളിത് അറിയത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യും, നമ്മുടെ ബുക്കിൽ സ്റ്റിൽ ആ പിടിക്കാതുള്ള എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത്. അടുത്തത് റോങ്ലി അണ്ടർകാസ്റ്റ് ഓർ ഓവർകാസ്റ്റ് ബൈ ബാങ്ക് ഓർ ബിസിനസ്. അതായത് നമ്മൾ നമ്മുടെ ബുക്കിൽ ആവശ്യമില്ലാതെ ഒരു എമൗണ്ട് കൂട്ടി എഴുതി. ഫോർ എക്സാമ്പിൾ 500 രൂപ ഉള്ള എമൗണ്ട് 700 എന്ന് എഴുതി, അതാണ് ഓവർകാസ്റ്റ്. ഓൺലൈനേക്കാട്ടിലും കൂടുതൽ കാണിക്കുന്നു. അണ്ടർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയായിരുന്നു കാണിക്കേണ്ടത്, പക്ഷേ 300 രൂപ കാണിച്ചത്, കുറച്ചാണ് കാണിച്ചത്. ആ കേസുകളിൽ പിന്നെ ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റ് ഓർ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബാങ്ക്. ബാങ്കിൽ നിന്ന് തന്നെ ചില പേയ്മെൻറ്റ് തന്നെ പോകുന്ന ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലോൺ എടുക്കുന്നു, അതിൻ്റെ EMI ബാങ്കിൽ നിന്ന് എല്ലാ മാസവും കൃത്യസമയമാകുമ്പോൾ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരാൾ വാടക, ഇപ്പോൾ നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുക, വാടക എല്ലാ മാസം 1 തീയതി അയാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുക. നമ്മളിത് അറിയുന്നില്ല. അപ്പം ബാങ്കിൽ അത്രയും കൂടി കിടക്കുമല്ലേ. നമ്മുടെ ബുക്കിൽ ഇതറിയാത്തതുകൊണ്ട് നമ്മൾ എന്നെ ചെയ്യും, ഒന്നും ചെയ്യത്തില്ല, കൂട്ടിയും കാണിച്ചിട്ടില്ല. ഇതാണ് വേറൊരു കേസ്. ഇത്രയും റീസൺസ് കൊണ്ടാണ് നോർമലി നമ്മൾ BR സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചാപ്റ്ററിലെ കിങ് ആരാന്നറിയണം. മീൻസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ബാങ്കാണ് രാജാവ്. അതായത് നമ്മുടെ ബുക്ക് എപ്പോഴും ബാങ്കിൻ്റെ ബുക്കിനോടൊപ്പം എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണം. അതായത് ബാങ്കാണ് രാജാവ്. നിങ്ങൾ ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദ അൾട്ടിമേറ്റ് കിങ് എന്ന് പറയുന്നത് ബാങ്കാണ്. ബാങ്കിനോടൊപ്പമാണ് നമ്മൾ എത്തിക്കാൻ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ മസിൽ പിടിച്ചു അടുത്തിരുന്നിട്ട് ബാങ്കിനെ നമ്മുടെ ഒപ്പം എത്തിക്കുക എന്ന് ഉള്ള ചിന്ത അല്ല നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാങ്കാണ് രാജാവ്. ബാങ്കിൻ്റെ ബാലൻസിനെ നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസിനോടൊപ്പം എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞു, ആരാണ് ഈ ക്യാഷ് ബുക്കും പാസ്ബുക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളും, പാസ്ബുക്ക് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കുമാണ്. ഇനി അടുത്തത്, നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ തന്നിരിക്കുന്ന ബാലൻസ്, അതായത് എന്തായാലെങ്കിലും ഏതെങ്കിലും ഒരു ബാലൻസ് നമുക്ക് സ്റ്റാർട്ടപ്പ് തന്നാൽ മാത്രമേ നമുക്ക് കൂട്ടാനുള്ളതെല്ലാം കൂട്ടി കുറയ്ക്കാനുള്ളതെല്ലാം കുറച്ച് മറ്റേ ബാലൻസിനോടൊപ്പം എത്തിക്കാൻ നോക്കും. അതായത് ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ പാസ്ബുക്കിൽ തീരണം, പാസ്ബുക്കിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്ത് ക്യാഷ് ബുക്കിൽ തീരണം. അതാണ് ഒരു BR സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് പാസ്ബുക്കാണ് എന്ന് എങ്ങനെയൊക്കെ തിരിച്ചറിയാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ പാസ്ബുക്ക് എന്ന് ഡയറക്റ്റ്ലി പറഞ്ഞിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അതും പാസ്ബുക്കാണ്. ബാങ്കേഴ്സ് ബുക്ക് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അതും പാസ്ബുക്കാണ്. ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് എസ് പെർ ബാങ്ക് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്ബുക്കിൻ്റെ ബാലൻസാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഇനി ബാലൻസ് ഷോൺ ബൈ ബാങ്ക് എന്ന് പറഞ്ഞാലും പാസ്ബുക്കിൻ്റെ ബാലൻസാണ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബുക്ക് എന്നോ അല്ലെങ്കിൽ ബാങ്ക് കോളമോ പാസ്ബുക്ക്, ക്യാഷ് ബുക്ക് അല്ല ബാങ്ക് കോളമോ പാസ്ബുക്ക് എന്ന് പറഞ്ഞാലും അത് പാസ്ബുക്കാണ്. അടുത്തത്, ഒരു ക്യാഷ് ബുക്ക് ബാലൻസ് നമ്മളെങ്ങനെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ തിരിച്ചറിയും. ഒന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ ക്യാഷ് ബുക്ക് എന്ന് പറയും, അതല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറയും. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞത് ബാങ്ക് കോളം ഓഫ് പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ഇത് ബാങ്കുമാണ്. ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞു തരുവാണെങ്കിൽ അത് ക്യാഷ് ബുക്കുമാണ്. അടുത്തത് ബുക്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ബിസിനസ്സിൽ നമ്മളൊരു ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നു, അത് നമ്മളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തുവാ? ക്യാഷ് ബുക്ക്. അതേപോലെ തന്നെ കമ്പനീസ് ബാങ്ക് അക്കൗണ്ട് ഇൻ ക്യാഷ് ബുക്ക്, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലെ ക്യാഷ് ബുക്ക്. ഇങ്ങനെ വന്നാലും അത് ക്യാഷ് ബുക്ക് തന്നെയാണ്. ഇനിയാണ് ശരിക്കും ഒരു കൺസെപ്റ്റ് വരുന്നത്. ഈ 4 കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BRs. ഒന്ന്, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ എപ്പോഴും ബാങ്കാണ് രാജാവ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണം. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന 4 കൺസെപ്റ്റിൽ ഈ ചാപ്റ്റർ കഴിയും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 കൺസെപ്റ്റിനകത്ത് ഓവർകാസ്റ്റിംഗ് ആൻഡ് അണ്ടർകാസ്റ്റിംഗ് ഉൾപ്പെടുത്തുന്നില്ല. അത് സെപ്പറേറ്റ് ഞാൻ അടുത്ത കൺസെപ്റ്റിൽ പറയാം. ഓവർകാസ്റ്റ് ആൻഡ് അണ്ടർകാസ്റ്റ് ഒഴിച്ച് വേറെ എന്ത് വന്നാലും 4 സാധനങ്ങളേ ഉള്ളൂ BRs. ഒന്ന്, ബാലൻസ് എസ് പെർ പാസ്ബുക്ക്. ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ബാലൻസ് എസ് പാസ്ബുക്ക്, എപ്പോഴും അത് ക്രെഡിറ്റ് ആയിരിക്കും. അത് നമ്മുടെ ഫേവറബിൾ ബാലൻസ് എന്ന് പറയും. ചില ക്വസ്റ്റ്യൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫേവറബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ബാലൻസ് എസ് പെർ പാസ്ബുക്ക്. ഫേവറബിൾ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് ബാലൻസ്. സോ ബാലൻസ് എസ് പെർ പാസ്ബുക്ക് ക്രെഡിറ്റ് എന്നായിരിക്കും. സോ ഇവിടെ പറയുന്നത്
ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ക്രെഡിറ്റ് അതെപ്പോഴും ഫേവറബിൾ ബാലൻസ് ആയിരിക്കും. അവിടെ ഇത്രയും ചിന്തിച്ചാൽ മതി. ബാങ്ക് കൂട്ടിയോ ശരിക്കും നമ്മൾ കുറയ്ക്കണം, പക്ഷേ ഇവിടെ റിവേഴ്സ് കോൺസെപ്റ്റാണ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണമായിരുന്നു, പക്ഷേ ഇവിടെ കുറയ്ക്കണം. ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണമായിരുന്നു, പക്ഷേ ഇവിടെ കൂട്ടണം. അതാണ് ഈ ഫസ്റ്റ് കൺസെപ്റ്റ് വരുന്നത്. സെക്കൻഡ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഡെബിറ്റ്, അതും ഫേവറബിൾ ബാലൻസ് ആണ്. ഇവിടെ സിമ്പിളാണ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണം. മൂന്നാമത്തെ കൺസെപ്റ്റാണ് ഓവർ ഡ്രാഫ്റ്റ്, അതായത് നെഗറ്റീവ് ബാലൻസ് വരിക. പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് അത് അൺഫേവറബിൾ ബാലൻസാണ്. ഇവിടെ ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണം. ഇനി അടുത്തത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ്, അത് അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയും. അവിടെ ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണമായിരുന്നു, പക്ഷേ കുറയ്ക്കണം. ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണമായിരുന്നു, പക്ഷേ ഇവിടെ കൂട്ടണം. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റും സെയിം ആണ്. അതായത് ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണമായിരുന്നു, പക്ഷേ കുറയ്ക്കണം. ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണമായിരുന്നു, പക്ഷേ കൂട്ടണം. അതേപോലെ തന്നെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റും പാസ്ബുക്കിൻ്റെ ഡെബിറ്റും സെയിം ആണ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് കൺസെപ്റ്റേ ഉള്ളൂ. ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് വന്നാലും ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് വന്നാലും, അതായത് ഒരു ഫേവറബിൾ ഒരു അൺഫേവറബിൾ വന്നാലും ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണമായിരുന്നു, പക്ഷേ കുറയ്ക്കണം. ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണമായിരുന്നു, പക്ഷേ കൂട്ടണം. അതേപോലെ തന്നെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റും പാസ്ബുക്കിൻ്റെ ഡെബിറ്റും സെയിം ആണ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടുക, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കുക. അവിടെ ഒരു ഫേവറബിളും ഒരു അൺഫേവറബിളും ബാലൻസും ഉണ്ട്. ഇത്രയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കൈ കിട്ടുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പാസ്ബുക്കാണോ ക്യാഷ് ബുക്കാണോ ഒന്ന് തിരിച്ചറിയുക. ഒരു ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടപ്പിൽ തന്നെ നമുക്കത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റാണ്. പിന്നെ ക്വസ്റ്റ്യന് ഫേവറബിൾ ഓർ അൺഫേവറബിൾ ബാലൻസ് വരുമ്പോൾ നമുക്ക് പിന്നെയും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉറപ്പിക്കുക, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റാണ്, ഫേവറബിൾ ആണെന്ന് ഉറപ്പിക്കുക. അപ്പം ഞാൻ ഈ തന്ന ഇതിനകത്ത് ഒറ്റ ലോജിക്ക് ചിന്തിച്ചാൽ മതി. ബാങ്കാണ് രാജാവ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് എന്തുവാ? ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടുക, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കുക. ബിക്കോസ് ബാങ്കാണ് രാജാവ്. ബാങ്ക് എന്ത് ചെയ്യുന്നു അത് നമ്മൾ ചെയ്യുക. എക്സെപ്റ്റ് അണ്ടർ കാസ്റ്റിംഗ് ഓർ ഓവർ കാസ്റ്റിംഗ്, ഈ 4 കൺസെപ്റ്റിനകത്ത് അത് വരത്തില്ല. കാരണം നമ്മൾ ഈ കുറേ പഠിച്ച് ഈ ശരിക്കും BRC ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്നുകിൽ നമ്മൾ കൈ രണ്ടും പൊക്കി BRC ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ പ്ലസും മൈനസും ഇട്ട് ചെയ്യും. ഇത് നമുക്ക് തെറ്റിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ശരിക്കും ഇത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. ബാങ്കാണ് രാജാവ്. ബാങ്ക് കൂട്ടുന്നോ നമ്മളും കൂട്ടുക, ബാങ്ക് കുറയ്ക്കുന്നോ നമ്മളും കുറയ്ക്കുക. ഫേവറബിൾ ബാലൻസ് അൺഫേവറബിൾ ബാലൻസ് വരുന്ന കേസസിൽ. അപ്പം ഞാൻ ഈ പറയുന്ന 4 കൺസെപ്റ്റ് ഇവിടെ എഴുതി. ഇത് ശരിക്കും 2 കൺസെപ്റ്റേ ഉള്ളൂ. കാരണം 1ഉം 4ഉം സെയിം ആണ്, 2ഉം 3ഉം സെയിം ആണ്. 1ഉം 4ഉം എന്തുവാ? പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് വന്നാലും ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് വന്നാലും സെയിം ആണ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടേണ്ടതായിരുന്നു, പക്ഷേ കുറയ്ക്കണം. ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കേണ്ടതായിരുന്നു, പക്ഷേ കൂട്ടണം. അതേപോലെ തന്നെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റും പാസ്ബുക്കിൻ്റെ ഡെബിറ്റും സെയിം ആണ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടി, ബാങ്ക് കുറയ്ക്കണോ നമ്മളും കുറച്ചു. ബാങ്കാണ് രാജാവ്. അടുത്തതാണ് അണ്ടർകാസ്റ്റിംഗ് ആൻഡ് ഓവർകാസ്റ്റ് ബൈ ബാങ്ക് ഓർ ബിസിനസ്. അണ്ടർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 500 രൂപയുടെ എമൗണ്ട് ആയിരുന്നു കാണിക്കേണ്ടത്, പക്ഷേ നമ്മൾ 300 കാണിച്ചുള്ളൂ. അതാണ് അണ്ടർകാസ്റ്റ്. ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയായിരുന്നു ശരിക്കും കാണിക്കേണ്ടത്, നമ്മൾ കൂടുതൽ കാണിച്ചു, 800 രൂപ കാണിച്ചു. ഇവിടെ ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഒറ്റ രീതിയിൽ എഴുതിയിട്ടുള്ളൂ, അത് വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് മനസ്സിലാക്കാം. അതായത് നമ്മളെപ്പോഴും നമുക്ക് 4 ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ്, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ്, അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ്, അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഡെബിറ്റ്. ഇതിലെപ്പോഴും CB എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കും BB എന്ന് പറഞ്ഞാൽ പാസ്ബുക്കുമാണ്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്ക് ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുക്കിൽ ആവശ്യമില്ലാതെ കൂട്ടി കാണിച്ചേക്കുക. അപ്പോൾ എന്നാ ചെയ്യണം? ഓഫ് കോഴ്സ് ബാങ്കിനോടൊപ്പം എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ബുക്കിൽ ആവശ്യമില്ലാതെ കൂട്ടി കാണിച്ച് നമ്മൾ സാധനം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതേപോലെ തന്നെ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റാണ്. അപ്പം നമ്മുടെ ബുക്കിൽ ആവശ്യമില്ലാതെ കൂട്ടി വെച്ചു. ശരിക്കും ആവശ്യമില്ലാതെ കൂട്ടി വെച്ച സാധനം കുറയ്ക്കണമായിരുന്നു, പക്ഷേ ഇവിടെ കൂട്ടണം. ഞാൻ പറഞ്ഞു ഈ ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റും പാസ്ബുക്കിൻ്റെ ഡെബിറ്റും സെയിം ലോജിക്കാണ്, റിവേഴ്സ് കൺസെപ്റ്റാണ്. പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് വന്നാൽ പാസ്ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബുക്കിൽ കൂട്ടിക്കാണിച്ചോ ആവശ്യമില്ലാതെ കൂട്ടിക്കാണിച്ച സാധനം കുറയ്ക്കണം, പക്ഷേ ഇവിടെ കൂട്ടണം. പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ് വന്നാലോ
നമ്മുടെ ബുക്കിൽ ആവശ്യമില്ലാതെ കൂട്ടി കാണിച്ചു. ആവശ്യമില്ലാതെ കൂട്ടിയ സാധനം എന്നെ ചെയ്യണം? കുറയ്ക്കണം. ഇനിയിപ്പോൾ പാസ്ബുക്ക് ഓവർകാസ്റ്റ് ആണെങ്കിലോ, നമ്മുടെ ബുക്കിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ പാസ്ബുക്കിൽ ആവശ്യമില്ലാതെ കൂട്ടി കാണിച്ചേക്കുക. അപ്പോൾ നമ്മൾ എന്നെ ചെയ്യണം? നമ്മുടെ ബുക്കിലും കൂട്ടി കാണിക്കുക. കാരണം ബാങ്കാണ് രാജാവ്. ഇനി പാസ്ബുക്ക് ക്യാഷ് ബുക്ക് ക്രെഡിറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്, എന്ന് വെച്ചാൽ അൺഫെയറബിൾ ബാലൻസ് ചെയ്യുന്ന. അന്നേരം ഞാൻ പറഞ്ഞു ബാങ്കാണ് രാജാവ്, ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, പക്ഷേ ഇവിടെ കുറയ്ക്കണം. ഇവിടെ പാസ്ബുക്കിൽ കൂട്ടി കാണിച്ചേക്കുക ശരിക്കും, അപ്പം നമ്മളും കൂട്ടണം, പക്ഷേ ഇവിടെ കുറയ്ക്കണം. അതേപോലെ തന്നെ പാസ്ബുക്കിൻ്റെ ഡെബിറ്റ് ആണെന്നുണ്ടെങ്കിൽ പാസ്ബുക്കിൽ ഒരുപാട് കൂട്ടി കാണിച്ചേക്കുക, നമ്മൾ എന്നെ ചെയ്യണം? നമ്മളും കൂട്ടണം, പക്ഷേ ഇവിടെ കുറച്ച് കാണിക്കണം. ഇനിയും പാസ്ബുക്കിൻ്റെ ക്രെഡിറ്റ്, അതായത് പാസ്ബുക്കിൽ കൂട്ടി കാണിച്ചേക്കുക, ബാങ്ക് കൂട്ടിയാൽ നമ്മളും കൂട്ടണം. നോർമൽ ലോജിക്ക്, സെയിം ലോജിക്ക് തന്നെ ഞാൻ കുറച്ച് മുമ്പ് അടുത്ത് പറഞ്ഞത്, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം റോങ് കാസ്റ്റിങ്ങിൽ ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മാക്സിമം കുട്ടികൾക്ക് തെറ്റുന്നത്. ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ ഒന്നുകൂടി ഇതൊന്ന് ചുരുക്കി പറയാം. എപ്പോഴും നമുക്ക് 4 ബാലൻസാണ് ഉള്ളത്. ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ്, അതിനെ ഫേവറബിൾ ബാലൻസ് എന്ന് പറയും. ആ കേസസ് തന്നെ ചെയ്യേണ്ടത് ബാങ്കാണ് രാജാവ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടുക, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കുക. പാസ്ബുക്കിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ്, അതാണ് ഫേവറബിൾ. അവിടെ ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, പക്ഷേ റിവേഴ്സ് കൺസെപ്റ്റ്, നമ്മൾ കുറയ്ക്കണം. ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണം, പക്ഷേ ഇവിടെ കൂട്ടണം. ഇനിയും ഇതിൻ്റെ അൺഫെയറബിൾ കേസ് വരും. ക്യാഷ് ബുക്കിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസാണ്, അത് ക്രെഡിറ്റ് വരുമ്പോഴാണ് അൺഫെയറബിൾ. അവിടുത്തെ കേസസ് ഈ ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, പക്ഷേ കുറയ്ക്കണമായിരുന്നു. ഇനിയും പാസ്ബുക്കിൻ്റെ അൺഫെയറബിൾ വരും, അതെപ്പോഴാണ്? ഡെബിറ്റ് ബാലൻസ് വരും. അവിടെ നോർമലി ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റുമായിട്ട് ചിന്തിച്ചാൽ മതി. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണം. ബാങ്കാണ് രാജാവ്. നിങ്ങൾ ആ ഒരു ബാങ്കാണ് രാജാവ് നിങ്ങൾക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ നമ്മൾ ഒരു രീതിയിൽ ഒരു പ്ലസ്സും മൈനസും ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല, കൈ രണ്ടും പൊക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അത് 2 വേ എന്ന് പറഞ്ഞാൽ എപ്പോഴും തെറ്റുന്നതാണ്. ബാങ്കാണ് രാജാവ്. ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണം, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണം. ഫേവറബിൾ. അൺഫെയറബിൾ വരുന്ന സിറ്റുവേഷൻ, ബാങ്ക് കൂട്ടിയോ നമ്മളും കൂട്ടണമായിരുന്നു, പക്ഷെ നമ്മൾ കുറയ്ക്കണം. റിവേഴ്സ്, ബാങ്ക് കുറച്ചോ നമ്മളും കുറയ്ക്കണമായിരുന്നു, പക്ഷെ ഇവിടെ കൂട്ടണം. ഇതാണ് BRSൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കോൺസെപ്റ്റ്. ഞാൻ ഈ അണ്ടർകാസ്റ്റ് ഓർ ഓവർകാസ്റ്റിനകത്ത് ഞാനിവിടെ ഈ ബുക്കിൽ എഴുതിയേക്കുന്നത് ക്യാഷ് ബുക്ക് ഓവർകാസ്റ്റും പാസ്ബുക്ക് ഓവർകാസ്റ്റും വന്നു കഴിഞ്ഞുള്ള ലോജിക്കാണ്. പക്ഷേ അണ്ടർകാസ്റ്റ് വന്നാൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും എഴുതേണ്ടത്. അതാണ് ഞാൻ അവിടെ എഴുതിയേക്കുന്നത്. ആൻഡ് റിവേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് വന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ബുക്കിൽ ക്യാഷ് ബുക്ക് ഓവർകാസ്റ്റാണ്. നമ്മുടെ ബുക്കിൽ കൂട്ടിയ ആവശ്യമില്ലാതെ കൂട്ടി വെച്ച സാധനം എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇനിയും ക്യാഷ് ബുക്കിൻ്റെ അണ്ടർകാസ്റ്റ് നമ്മൾ ആവശ്യമില്ലാതെ കുറച്ച് വെച്ചേക്കുക. നമ്മൾ ബാങ്കിനോടൊപ്പം എത്തിക്കാനാണല്ലോ നോക്കുന്നത്, അപ്പോൾ നമ്മൾ എന്നെ കൂട്ടണം. ഇത്രയേ ഉള്ളൂ. അതായത് മാക്സിമം ഒരു വേ ചെയ്തിട്ട് അത് തന്നെ നമ്മുടെ റിവേഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. നമ്മൾ ഇതിൻ്റെ താഴോട്ട് ക്യാഷ് ബുക്കിൻ്റെ അണ്ടർകാസ്റ്റ് എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇത് തന്നെ കാണിക്കുമ്പോൾ അയ്യോ ഇത് ഒത്തിരി ഉണ്ടല്ലോ എന്നുള്ള ഡൗട്ട് വരും. അതിനും നല്ലത് ഒരു സൈഡ് പഠിച്ചാൽ മറ്റേ സൈഡ് ചോദിച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് തിങ്ക് ചെയ്ത് സുഖമായി BRS എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ BRS.